DIARIES. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബ്രെഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഓവൻ ഉള്ളവർക്കും ഓവൻ ഇല്ലാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാമെന്ന്. ആദ്യമായിട്ട് ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് ചെറു ചൂടുള്ള പാല്, ഒരു 3/4 സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അലിയിക്കുക. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ആയാലും മതി, അല്ലെങ്കിൽ ബട്ടർ ആയാലും മതി, ഒരു 3 ടേബിൾ സ്പൂൺ ചേർക്കുക. അതിനുശേഷം അതിലേക്ക് ഞാൻ 2.25 കപ്പ് മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. 2.25 കപ്പ് മൈദപ്പൊടി കൊണ്ട് ഒരു വലിയ സൈസുള്ളൊരു ബ്രെഡ് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ശേഷം അതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി, സ്കിപ്പ് ചെയ്താവുന്നതേ ഉള്ളൂ കേട്ടോ. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കുക. ഇനി അതിനുശേഷം നമ്മൾ പൊറോട്ടേൻ്റെ ഒക്കെ മാവ് കുഴക്കണ പോലെ നന്നായിട്ട് ഒരു 15 മിനിറ്റ് മസ്റ്റായിട്ട് കുഴക്കേണ്ടതായിട്ട് വരും. പിന്നെ പ്രത്യേക ഒരു മെത്തേഡോ കാര്യങ്ങളോ ഒന്നുമില്ല, നന്നായിട്ട് കുഴക്കുക തന്നെ ചെയ്യാം. അതല്ല കുഴക്കാൻ ഇപ്പോൾ നല്ല മടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നീഡിങ് ഹുക്ക് ഉണ്ടാവുമല്ലോ, നമ്മൾ കേക്ക്സൊക്കെ ഒരുവിധം എല്ലാ വീട്ടിലും ഉണ്ടാകുന്നതുകൊണ്ട് ഇപ്പോൾ ബീറ്ററൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഹുക്ക് വെച്ചിട്ട്, ഈ നീഡിങ് ഹുക്ക് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം അതൊന്ന് സെറ്റാക്കി എടുത്താൽ മതിയാവും. ഇതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഇതിലേക്ക് ഇനി വെള്ളം കുറവുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം ഒരു ചെറു ചൂടുള്ള വെള്ളം ഒരു ടേബിൾ സ്പൂണ് 2 ടേബിൾ സ്പൂണൊക്കെ ആയിട്ട് കുറച്ച് ഒന്ന് ഒഴിച്ച് നോക്കാം. ഒരു സ്റ്റിക്കി കൺസിസ്റ്റൻസി ഉള്ള മാവ് ആയിട്ടായിരിക്കും ഇത് ഫസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുക തൊടുമ്പോൾ. പിന്നെ അത് ബീറ്റ് ചെയ്ത് അത് റെഡിയായി വരും. അപ്പോൾ ഒരു സ്റ്റിക്നെസ്സൊക്കെ പോവും. അപ്പോൾ നല്ല സുഖമാണ്. ഇതുപോലത്തെ ഒരു നീഡിങ് ഹുക്ക് ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ശേഷം ആ മാവെല്ലാം കൂടി ഒന്ന് ഒരുമിച്ചിട്ടാക്കിയിട്ട് നന്നായിട്ടൊന്ന് റെഡിയാക്കിയെടുക്കാം. അതിനുശേഷം നമ്മളിത് പെർമെൻറ്റ് ചെയ്യാൻ വെക്കുന്നത് ഒരു 1.5 മണിക്കൂർ മിനിമം പെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വരും. ഓരോ ചൂടുള്ള കാലാവസ്ഥക്കനുസരിച്ചിരിക്കും. മാവിൻ്റെ മുകളിൽ ജസ്റ്റ് ഓയിലൊന്ന് തടവിയതിന് ശേഷം അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 1.5 മുതൽ 2 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമ്മുടെ കയ്യിൽ, എല്ലാവരുടെ കയ്യിലും ബ്രെഡിൻ്റെ മോൾഡൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇതുപോലത്തെ പാർസൽ കിട്ടുന്ന ഈ കവറിൽ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്കത് ഉപയോഗിക്കാം. കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡാക്കി വെക്കുക. പിന്നെ എൻ്റെ കയ്യിൽ ബ്രെഡ് ബേക്ക് ചെയ്യുന്ന മോൾഡ് ഉണ്ട്. അപ്പോൾ ഞാൻ അധികം അതിലാണ് ചെയ്യാറ്. ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതിൽ ചെയ്ത് കാണിക്കുന്നത്. ഇത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ മോൾഡാണ് കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റൊക്കെ വന്നിരുന്നു തോന്നുന്നു, കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഒരു 2 മണിക്കൂറിന് ശേഷം ഞാനിതാ നമ്മുടെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് നോക്കുമ്പോൾ. അപ്പോൾ അത് ഒന്നുകൂടി ഇതുപോലെ ബീറ്റ് ചെയ്യില്ലെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി ഒരു 5 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് കൈവച്ച് കുഴച്ചെടുക്കാം. നല്ല സ്മൂത്താക്കി എടുക്കണം ഒന്നുകൂടി. പിന്നെ നമ്മൾ ഇതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പലകയിലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് പൊടി തൂവി കൊടുത്തിട്ട് നമ്മുടെ മാവ് അതിലേക്ക് വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ബ്രെഡിന് ഒരു ഷേപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ബ്രെഡ് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വാട്ടർ കൺസിസ്റ്റൻസി നമ്മൾ കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അതിൽ വാട്ടർ കൂടിപ്പോയാലും ഒക്കെ ബ്രെഡ് ഫ്ലോപ്പായി പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് പിച്ചി കൊടുത്താൽ മതി.
ശേഷം നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോയിൽ പാക്കിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. അതിനുശേഷം 1 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വീണ്ടും വെക്കണം. നന്നായിട്ടൊന്ന് പൊങ്ങി വരണം. അത് നന്നായി പെർമെൻറ്റ് ചെയ്ത് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ബേക്ക് ചെയ്യാൻ പാടുള്ളൂ. മുകളിൽ കുറച്ച് ഓയിൽ തൂവിയതിന് ശേഷം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂറിന് ശേഷം നമ്മളത് എടുത്ത് ബേക്ക് ചെയ്യാൻ പോവുകയാണ്. ബേക്ക് ചെയ്യുന്നത് ഞാൻ വലിയൊരു നോൺ സ്റ്റിക്ക് പോലത്തെ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് അത് ബേക്ക് ചെയ്യാമെന്ന്. അതിൻ്റെ ഉള്ളിലൊരു തട്ടൊക്കെ വെച്ചിട്ട് 10 മിനിറ്റ് അത് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. നല്ല ചൂട് വേണം, ചൂടില്ലാതെ വെക്കരുത്. അതിനുശേഷം നമ്മൾ ബ്രെഡ് അതിലേക്ക് വെച്ചിട്ട് ഒരു 40 to 45 മിനിറ്റ്സ് അത് ബേക്കാക്കി എടുക്കാം. വളരെ സ്ലോ ആയിട്ടുള്ള സിമ്മിലിട്ട് വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് ചൂടും കൂടരുത്, കുറയും ചെയ്യരുത്. അടുത്തത് നമ്മൾ ഓവനിൽ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ മെഷർമെൻറ്റിൽ ഞാൻ വീണ്ടും മാവൊക്കെ ഉണ്ടാക്കിയിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് റോൾ ചെയ്ത് ആ മോഡിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ പരത്താനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. നല്ലൊരു ഷേപ്പാക്കി കിട്ടണം. ഇതും നമ്മൾ ഡബിൾ സൈസിൽ പൊങ്ങി വരാൻ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മളത് ഒരു 180 ഡിഗ്രി സെൽഷ്യസിലാണിത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഒരു 60 ഡിഗ്രി സെൽഷ്യസിൽ നമ്മളിത് പ്രീഹീറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം മാത്രമേ ഇത് വെച്ച് കൊടുക്കുക. ഒരു 25 to 30 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ബേക്കായി വരാറുണ്ട്. എനിക്ക് എൻ്റെ ഓവനിൽ 25 മിനിറ്റ്സ് ആകുമ്പോഴത്തേന് ആവാറുണ്ട്. ഞാൻ ഇപ്പോൾ 30 മിനിറ്റ്സാണ് വെച്ചത് 180 ഡിഗ്രി സെൽഷ്യസിൽ. ഒരു 45 മിനിറ്റ്സിന് ശേഷം നമ്മൾ അടുപ്പത്തുള്ള ബ്രെഡ് കുക്കായിട്ടുണ്ട് കേട്ടോ. ഞാൻ നോക്കി ഒരു 25 മിനിറ്റിന് ശേഷം മാത്രമേ നമ്മൾ കുക്കായിക്കണമെന്നൊക്കെ നോക്കാൻ പാടുള്ളൂ, അതിന് മുന്നേ നോക്കരുത്. അപ്പോൾ നന്നായിട്ട് കുക്കൊക്കെ ആയാണ്. ഇത് ഒരുപാട് അങ്ങനെ ബ്രൗണിഷ് കളറൊന്നും ആയിട്ടില്ല, ഇതുപോലൊക്കെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രെഡ് തന്നെയാണ്. പിന്നെ ബ്രെഡ് എപ്പോഴും ഞാനൊരു 3/4 മണിക്കൂർ അരമണിക്കൂറിന് ശേഷമാണ് ഇത് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഒരിക്കലും നമ്മൾ ബേക്കാക്കി ഉടനെ ഇത് കട്ട് ചെയ്യരുത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബ്രെഡിൻ്റെ കുക്കിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. അപ്പോൾ അത് ഡിസ്റ്റർബ് ചെയ്യരുത്. അത് ഒരു അരമണിക്കൂറിന് ശേഷം മാത്രമേ അത് നമ്മൾ കട്ട് ചെയ്ത് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ ഓവനിൽ വെച്ചിട്ടുള്ള കേക്ക് നോക്കിയേ, അത് നല്ലൊരു ബ്രൗണിഷ് കളറൊക്കെ ആയിട്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു ബട്ടറിൻ്റെ പീസ് വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനെ ഒരു ഡ്രൈനെസ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതാണ് ബട്ടർ ഇങ്ങനെ തേച്ചെടുക്കും. ഇനി ബട്ടർ ഇല്ലെങ്കിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്താലും മതി. ബ്രെഡ് ഉണ്ടാക്കി നമ്മൾ അന്ന് ഉപയോഗിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ആട്ടോ അത് തലേ ദിവസം ആകുമ്പോൾ വേറൊരു ടേസ്റ്റ് വരുന്നതാണ്. അപ്പോൾ ഇതുപോലെ നല്ല സിമ്പിളായിട്ട് നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കടയിൽ നിന്നും മേടിക്കാതെ. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ബ്രെഡ് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല ബ്രെഡ് കിട്ടണമെങ്കിൽ നല്ല ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വെള്ളത്തിൻ്റെ അംശം കൂടാതെയും കുറയാതെയും ശ്രദ്ധിക്കുക. അതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ബട്ടറാണ് നമ്മൾ ഓയിലിൻ്റെ പകരം ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു സോഫ്റ്റ്നെസ്സും നല്ലൊരു ടേസ്റ്റും കിട്ടാറുണ്ട്. പിന്നെ ഞാനത് നന്നായിട്ട് കുഴക്കുന്ന കാര്യങ്ങൾ പറഞ്ഞല്ലോ, അത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. 15 മിനിറ്റ് മസ്റ്റായിട്ട് നമ്മൾ കുഴക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാൽ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഇടുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ എല്ലാവരും ഇനേബിൾ ചെയ്ത് വെക്കുക.